തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബീഹാറിന്റെ സാമൂഹിക ഘടനയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം, അവിടെ നടന്ന വളരെ കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട്. അവിടെ ഹൈന്ദവ വോട്ടുകളുടെ വലിയൊരു കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദേശീയ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ചില ആളുകളുടെ വാദഗതികളായി മുന്നോട്ട് വരുന്നത്. അതിന് ഉപോത്ബലകമായി പറയാവുന്ന കാര്യം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ജനസംഖ്യ ഏറെയുള്ള സീറ്റുകളിൽ 80% വിജയം കൈവരിച്ചിരിക്കുന്നത് NDA ആണ്, BJP ആണ്, JDU ആണ്. അങ്ങനെ വച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഏകീകരണം വളരെ കൃത്യമായി ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് നിർണയിച്ച ഘടകങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരേണ്ടതുണ്ട്. ജിഷ്ണു, അത്തരത്തിലൊരു ഏകീകരണം എന്നതിനപ്പുറത്തേക്ക് RJDയും AIMIMഉം കോൺഗ്രസും തീവ്ര മുസ്ലിം വോട്ടുകളെ കൂടെ നിർത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ പിൻവലിക്കുമെന്ന് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് കൂടെ നിർത്താൻ ശ്രമിച്ചപ്പോൾ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്കാണ് ബീഹാറിന്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതി മത പൊളിറ്റിക്സിനപ്പുറത്തേക്ക്, ആ ജാതി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനത്തിന്റെയും ദേശീയതയുടെയും ഹിന്ദുത്വ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് വിജയം നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ചിട്ടുള്ള ഫാക്ടർ എന്നുള്ളത് നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും വികസന രാഷ്ട്രീയമാണ്. വികസനം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രചാരണം നടത്താൻ BJPക്കും NDAക്കും സാധിച്ചു. അതിനൊപ്പം തന്നെ യാതൊരു തരത്തിലും RJD തിരിച്ചു വരാതിരിക്കാനുള്ള കൃത്യമായ മുൻകരുതൽ, അതായത് ഈ പുതിയ വോട്ടർമാർക്ക് അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് താഴെയുള്ള വോട്ടർമാർക്ക് എന്തായിരുന്നു RJDയുടെ ലാലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയും ഭരണകാലത്ത് ബീഹാറിൽ നടന്നുകൊണ്ടിരുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം അവർ അനുഭവിച്ചിട്ടില്ല. അവർക്ക് കേട്ടറിവ് മാത്രമാണ്. അതുകൊണ്ട് ആ തലമുറയെ വളരെ കൃത്യമായി 20 വർഷം മുമ്പ് എന്തായിരുന്നു ബീഹാറിന്റെ ഇരുണ്ട കാലമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വികസന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒപ്പം നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായി മറുവശത്തൊരു ഏകീകരണം നടക്കുകയും കൂടി ചെയ്തതാണ് ഇത്രയും മികച്ച വിജയത്തിലേക്ക്, ഇത്രയും മികച്ച ഭൂരിപക്ഷത്തിന്റെ ഇത്രയും മികച്ച ലീഡിലേക്ക് നിലവിൽ NDA കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത്. അതിന്റെ സന്തോഷമാണ്, അതിന്റെ ആഹ്ലാദമാണ് നമുക്ക് ആ BJP ഓഫീസിന് മുൻപിൽ കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരും BJP നേതാക്കളുമെല്ലാം തന്നെ ഇവിടെ നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും എല്ലാം മുഖംമൂടി അണിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. ആ 2 രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ബീഹാറിന്റെ മണ്ണിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത്. ഈ 2 നേതാക്കളാണ് എന്ന് നമുക്ക് എടുത്തു പറയാം. അവിടെ ഈ BJP നേതാക്കളെ, BJP പ്രവർത്തകരെ നമുക്ക് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും എല്ലാം മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രകടനങ്ങളാണ് ഈ BJP ഓഫീസിന് മുൻപിൽ. തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും നിലവിൽ നേടിയിട്ടുള്ള ഈ മികച്ച ലീഡ് നില അത് വലിയ ഗുണം ചെയ്യും എന്ന ആത്മവിശ്വാസത്തിലാണ്. അത് BJPയുടെയും NDA രാഷ്ട്രീയത്തിനും ബീഹാറിൻ്റെ ഭാവി BJPയിലാണ് എന്ന കൃത്യമായ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ ഈ BJP ഓഫീസിന് മുൻപിൽ കൃത്യമായിട്ടുള്ള ആഘോഷ പരിപാടികളിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. ബീഹാറിനെ സംബന്ധിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ ദേശീയതയും ഹിന്ദുത്വ രാഷ്ട്രീയവും വികസനവും പറഞ്ഞുകൊണ്ടാണ് BJP ചുവടുറപ്പിച്ചത്. ആ ചുവട് കൂടുതൽ ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ തവണ 74 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ 2ാമത്തെ ഒറ്റകക്ഷിയായിരുന്നെങ്കിൽ ഇത്തവണ മികച്ച വിജയം നേടാനും മികച്ച വിജയങ്ങളിലേക്ക് എത്താനും BJPക്ക് സാധിക്കുന്നു. BJP NDA तो बहुत आगे बढ़ा दिया. बिल्कुल, महिला जाग गई भाई, जाग गई. जहां महिला पे डबल इंजन की सरकार ने विश्वास किया, महिला और पूरे लोग दिखा दिया कि सुशासन की सरकार है. और इस तरीके से, जिस तरीके से मोदी जी और नीतीश कुमार ने विश्वास किया है, वो सुशासन का ही है. और आज महिला देखिए आगे आगे क्या दिखाती है, कितना आगे भरोसा किया है हमारा NDA सरकार ने.
ഓക്കെ, മഹിളകൾ എവിടെയൊക്കെ ശക്തമായി നിന്നിട്ടുണ്ടോ അവിടെ NDAക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പിന്തുണ നേടിയ അതാണ് ജിഷ്ണു ഏറെ ശ്രദ്ധേയമായത്. ഈ ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് പറയുന്നത് അത് തന്നെയാണ്, സ്ത്രീ വോട്ടർമാരുടെ വലിയ മുന്നേറ്റം. ഈ പോളിംഗ് ഈ അവസാന ഘട്ടത്തെ വോട്ടിംഗ് പൂർണ്ണമായപ്പോൾ 71% സ്ത്രീ വോട്ടർമാരാണ് സജീവ സാന്നിധ്യമായ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തിയത്. സ്വാഭാവികമായും അവിടെ നേരത്തെ മദ്യനിരോധനം ഏർപ്പെടുത്തിയതിന്റെ വലിയ ഗുണം അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചു വരികയാണ്. അവർ അനുഭവിക്കുന്ന സുരക്ഷ, ജംഗിൾ രാജിലേക്ക് മടങ്ങിപ്പോകാനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ കൂടിയാണ് സ്ത്രീകളെ നിരനിരയായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചത്. 71% പോളിംഗ് ആണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന്റെ മുഖ്യ പങ്കാളിത്തം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം വിഭിന്നമാക്കുന്ന ഒരു വസ്തുത. ജിഷ്ണു, നിലിമ, തീർച്ചയായും ബീഹാറിനെ സംബന്ധിച്ച് ഏതൊരു തെരഞ്ഞെടുപ്പും പരിശോധിക്കുമ്പോൾ പുരുഷ വോട്ടർമാർക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്നത് സ്ത്രീ വോട്ടർമാരാണ്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ആകെ പോളിംഗ് ശതമാനം 67% മുകളിലേക്കായിരുന്നുവെങ്കിൽ 70% സ്ത്രീ വോട്ടർമാരുടെ മാത്രം വോട്ടിംഗ് ശതമാനമുള്ളത്. ആ വലിയൊരു വിഭാഗം വനിതാ വോട്ടർമാർ വികസനത്തിനൊപ്പം നിന്നു. അത് മറ്റേതൊരു രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ബീഹാറിലെ വനിതാ വോട്ടർമാർ വികസനത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് 2015 നിതീഷ് കുമാർ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള മദ്യനിരോധനം, കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള, അതായത് സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം എത്തിക്കുന്ന പദ്ധതി, കൂടാതെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തമാകുന്നതിന് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 7 മുതൽ 10 ലക്ഷം വരെ ധനസഹായം, അതും പലിശരഹിത ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി, യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികൾ, പുതിയ വ്യവസായ സംരംഭങ്ങൾ, റോഡ് ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിൽ വീടും കുടിവെള്ളവും അവർക്ക് ടോയ്ലറ്റ് സൗകര്യവും വൈദ്യുതിയും ഗ്യാസ് കണക്ഷനും എത്തിച്ച് നൽകിയിട്ടുള്ള NDA കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, ഇതിലെല്ലാം തന്നെ സ്ത്രീ വോട്ടർമാർ സംതൃപ്തരാണ്. അവർക്ക് മറ്റ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നത്, വൈദ്യുതിയും കുടിവെള്ളവും വീടും ലഭ്യമാകുന്നത്, ഇതെല്ലാം വളരെ കാര്യമായി അവരെ വനിതാ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ NDAക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. വീണ്ടും എടുത്തു പറയുമ്പോൾ സുശാസൻ ബാബു എന്ന് ബീഹാർ ജനത വിളിക്കുന്ന നിതീഷ് കുമാറിനും മോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തിനുമൊപ്പം വനിതാ വോട്ടർമാർ പല മണ്ഡലങ്ങളിലും അടിയുറച്ചു നിന്നു. അത് മറ്റ് ജാതി സമവാക്യങ്ങൾക്കും മറ്റ് പ്രാദേശികവാദത്തിനും ഒപ്പം അതിനുമെല്ലാം അപ്പുറത്തേക്ക് വനിതാ വോട്ടർമാർ കൂട്ടമായി NDAക്കൊപ്പം അടിയുറച്ചു നിന്നു എന്ന കൃത്യമായ വിലയിരുത്തൽ നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നടത്താൻ സാധിക്കും. നീലിമ, അമിത്ഷാ ഈ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് 160 സീറ്റ് വരെ NDA നേടുമെന്നുള്ളതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളും ഏതാണ്ട് അതിനടുപ്പിച്ച ഒരു ഫിഗറിലേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൂചന അനുസരിച്ച്, ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 191 സീറ്റുകളിലാണ് NDA ലീഡ് ചെയ്യുന്നത്. BJP 85 സീറ്റിൽ ലീഡ് ചെയ്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന സ്ഥാനത്തേക്ക് അടുക്കുകയാണ്. JDU തൊട്ടു പുറകിലുണ്ട് 77 സീറ്റിൽ. LJPയുടെ പ്രകടനം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പോകണം. 21 സീറ്റിൽ LJP ലീഡ് ചെയ്യുകയാണ്. മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മഹാഗാഠ്ബന്ധൻ 47 സീറ്റിലേക്ക് ചുരുങ്ങുകയും RJD 33 സീറ്റിൽ, കോൺഗ്രസ് 5 സീറ്റിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജിഷ്ണു, നിലിമ, തീർച്ചയായും കോൺഗ്രസ് ബീഹാറിൽ തകർന്നടിഞ്ഞു. രാഹുലിന്റെ വോട്ട് ചോരിക്കോ മറ്റാരോപണങ്ങൾക്കോ ജനങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലും സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തേണ്ടത്. ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന പാർട്ടി അപ്രസക്തമാകുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. യാതൊരു തരത്തിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ രാഹുലിന്റെ ആരോപണങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാത്ത അവസ്ഥയാണ് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. വികസന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഹുലിന്റെ ആരോപണങ്ങളോ കോൺഗ്രസിന്റെ വിഭജന രാഷ്ട്രീയമോ ജനങ്ങൾ ഏറ്റെടുത്തില്ല. 2020 നിന്നും
2020 19 സീറ്റുകളായിരുന്നു കോൺഗ്രസ് നേടിയതെങ്കിൽ ഇത്തവണ 2 അക്കം കടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. ഇത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുലിന് ഒരു സ്ഥാനം, അത് സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വ്യക്തമായ ഇടപെടലിലൂടെയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് രാഹുലിനെ എത്തിക്കാനുള്ളൊരു നീക്കം നടത്തിയത്. പക്ഷേ രാഹുലിന് മാത്രമല്ല മുഴുവൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാരണം ഒരു സംസ്ഥാനത്തും ഈ മുന്നണിക്കുള്ളിലൊരു വലിയ ശക്തിയാകാൻ, കൂടുതൽ സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ പരാജയമാണ്, ദയനീയമായ പരാജയമാണ്. കഴിഞ്ഞ 2014 ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ, വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും 2019ലെയും 2024ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം അതിദയനീയമായ പരാജയമാണ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ തിരിച്ചടി ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും. വലിയ നാണക്കേട് ഇതിനോടകം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ കുടുംബ രാഷ്ട്രീയത്തിലും ജാതി സമവാക്യത്തിലും നിന്നുകൊണ്ട് വോട്ട് നേടിയിരുന്ന കോൺഗ്രസിന് ഇത്തവണ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ പോലും ബീഹാറിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല. സീമാഞ്ചൽ മേഖലയിൽ ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിർത്തുന്നതിലൂടെ ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാമെന്ന ധാരണ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവിടെയും AIMIMന്റെയും പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയുടെയും സ്വാധീനം RJDയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തി. അവിടങ്ങളിൽ പല മേഖലകളിലും, സീമാഞ്ചൽ മേഖലയിലെ പല മണ്ഡലങ്ങളിലും വിജയത്തിലേക്ക് എത്താൻ ഇപ്പോൾ NDAക്ക് സാധിച്ചു. അത്തരത്തിലൊരു വലിയ മാറ്റം ബീഹാറിൽ ഉണ്ടാവുകയാണ്. മുൻപ് ജനതാദൾ രാഷ്ട്രീയത്തിനും കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും അത്രയധികം സ്വാധീനമുണ്ടായിരുന്ന ബീഹാർ, നൂറ്റാണ്ടുകളോളം കോൺഗ്രസ് അടക്കി ഭരിച്ച 90കൾക്ക് ശേഷം ജനതാദൾ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയ ബീഹാർ രാഷ്ട്രീയം ഇന്ന് BJPക്കും LJPക്കും ഒപ്പം നിൽക്കാൻ പഠിക്കുകയാണ്. നേരത്തെ ജനതാദൾ രാഷ്ട്രീയം 90ൽ ലാലു പ്രസാദ് യാദവ് അധികാരത്തിലേറുമ്പോൾ ആ ജനതാദൾ രാഷ്ട്രീയത്തിന്റെ മുഖമായി ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രണ്ടുപേരാണ് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും. ആദ്യം രണ്ടുപേരും ഒരുമിച്ച് നിന്നു. പിന്നീട് തെറ്റിപ്പിടഞ്ഞ് ലാലു പ്രസാദ് രാഷ്ട്രീയ ജനതാദളിന് രൂപം നൽകി. പിന്നീട് JDUവും RJDയും വീണ്ടും ഒരുമിച്ച് നിന്നുകൊണ്ട് ബീഹാറിനെ ഭരിക്കുന്ന സാഹചര്യം ചുരുങ്ങിയ കാലമാണെങ്കിലും ആ സമയത്ത് പോലും ഉണ്ടായി. അത്തരത്തിൽ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ജനതാദൾ രാഷ്ട്രീയവും പ്രാദേശികവാദവും ജാതി സമവാക്യവും ഭരിച്ചിരുന്ന ബീഹാറിന്റെ മണ്ണ് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ BJP അതിന്റെ വേരുറപ്പിച്ചിരുന്നു. അതിനുശേഷം നടന്ന 24 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വളരുന്നതിലൂടെ ബീഹാറിന്റെ മണ്ണിൽ വളരെ കൃത്യമായിട്ടുള്ള വേരുറപ്പിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് ബീഹാറിൻ്റെ ഈ പട്നയിലെ ഈ ബീഹാർ BJP ഓഫീസിന് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP പ്രവർത്തകർ കൂട്ടമായി എത്തിക്കൊണ്ട് BJPയുടെ പതാകയും JDUവിൻ്റെ പതാകയും എടുത്തുകൊണ്ട് മോദിക്കും നിതീഷ് കുമാറിനും ജയ് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. മധുര പലഹാരങ്ങൾ, ലഡു വിതരണം നടക്കുന്നു. കൂടാതെ മുദ്രാവാക്യം വിളികൾ ശ്രദ്ധിച്ചാൽ അതറിയാം. കോൺഗ്രസിന്റെ ഈ തേജസ്വി യാദവിനുമെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടും നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനും സിന്ദാബാദ് വിളിച്ചുകൊണ്ടും BJP പ്രവർത്തകർ ബീഹാറിലെ തിളക്കമുള്ള വിജയം ആഘോഷിക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത കഠിനമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയധികം പ്രയാസപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വിജയം കണ്ടതിൻ്റെ സന്തോഷമാണ് പട്നയിലെ BJP ഓഫീസിലേക്ക് എത്തുന്ന ഓരോ BJP പ്രവർത്തകരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും നിർണായകവും ഏറ്റവും ശക്തവുമായത് ആ സ്ത്രീകളുടെ വോട്ട് തന്നെയാണ്. വനിതാ വോട്ടർമാർ ബീഹാറിൽ NDAക്ക് നൽകിയിട്ടുള്ള തിളക്കമാർന്ന വിജയം. അടിസ്ഥാന സൗകര്യത്തിൽ BJPയും, കാരണം 2 ഘട്ടങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ ആർക്ക് വോട്ട് രേഖപ്പെടുത്തും എന്ന ചോദ്യം വളരെ പ്രസക്തവുമായിരുന്നു. കാരണം 3 തവണ 1967 മുതൽ ഇങ്ങോട്ട് 3 വട്ടം 5% പോളിംഗ് വർധനവുണ്ടായിട്ട് എപ്പോഴുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ
സ്ത്രീകളുടെ വോട്ട് കൂടി. ആ വോട്ടുകളിലേറെയും BJPക്കും NDAക്കും വന്നു. അതാണ് വ്യക്തമാകുന്നത്. അതായത് സ്ത്രീകൾ, പുതിയ തലമുറ, അതായത് യുവാക്കൾ, അവരൊക്കെ 14 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഇത്തവണ ബീഹാറിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അവരൊക്കെയും BJPയെ NDAയെ പിന്തുണയ്ക്കണമെങ്കിൽ 20 വർഷത്തെ പശ്ചാത്തലമുണ്ട്. അതായത് ഇതൊരു ചുവടുവയ്പല്ല, ചുവടുറപ്പിക്കലാണ്. അതായത് ഇനി വരാനിരിക്കുന്നതും BJPയുടെ NDAയുടെ സുവർണകാലം തന്നെ എന്ന് ബീഹാറിൽ ചുവടുറപ്പിക്കുന്ന ഘട്ടമല്ലേ ഇത്? തീർച്ചയായും ബീഹാറിൽ BJP അതിശക്തമായി വേരുറപ്പിച്ചു. ഇനി വരാനുള്ള പതിറ്റാണ്ടുകൾ BJPയുടേതാണ്, വികസനത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെതാണ്, BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എടുത്തു പറയാം. അത്രയധികം അതിശക്തമായിട്ടുള്ള വിജയമാണ് ബീഹാറിൽ BJP നേടിയിട്ടുള്ളത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നതും അതുതന്നെയാണ്. വിവിധ കാരണങ്ങളാൽ വിവിധ മേഖലകൾ ജാതി സമവാക്യത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിരുന്നു. നേതാക്കൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് പോലും ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്ന മേഖല, ജനതാദൾ രാഷ്ട്രീയത്തിന് അത്രയധികം അപ്രമാദിത്വമുണ്ടായിരുന്ന മേഖല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് 40-ലധികം MLA-മാരുണ്ടായിരുന്ന മേഖല, ആ പ്രദേശമാണ്, ബീഹാറാണ് ഇന്ന് BJP NDA സഖ്യത്തിന് ഇത്രയും തിളക്കമാർന്ന വിജയം സമ്മാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന പതിറ്റാണ്ടുകൾ ബീഹാർ BJPയുടേതാണ് എന്ന് വ്യക്തമാക്കുന്നതും ഒപ്പം അതിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ ചിരാഗ് പാസ്വാൻ എന്ന നേതാവാണ്. LJP അത്രയധികം കരുത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ മണ്ണിൽ കാണിച്ചു. നേരത്തെയും വളരെ കൃത്യമായി രാഷ്ട്രീയ കാറ്റിനനുസരിച്ച് ചുവടുമാറ്റി അധികാരത്തിനൊപ്പം നിന്നിരുന്ന രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവിനൊപ്പം മാത്രമാണ് താൻ അടിയുറച്ചു നിൽക്കുക എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പം അല്ലാതിരുന്ന ഘട്ടത്തിൽ പോലും അന്നും നമ്മളിവിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയിരുന്നു. അന്ന് ചിരാഗ് പാസ്വാന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്, ഞാൻ NDAക്കൊപ്പമില്ല, പക്ഷേ ഞാൻ BJPക്കൊപ്പമാണ്, നരേന്ദ്രമോദിയുടെ ഹനുമാനാണ് താൻ എന്ന പ്രഖ്യാപനമായിരുന്നു അന്ന് ചിരാഗ് പാസ്വാൻ നടത്തിയത്. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും LJP NDA മുന്നണിക്കെത്തി. അന്ന് 5 സീറ്റുകളായിരുന്നു LJPക്ക് നൽകിയത്. ആ 5 സീറ്റുകളും വിജയിച്ചുകൊണ്ട് LJP കരുത്തുകാട്ടി. ചിരാഗ് പാസ്വാൻ LJP എന്ന പാർട്ടി എന്ത് വിഭജനമുണ്ടെങ്കിലും ആ പാർട്ടി തനിക്കൊപ്പമാണ്, അച്ഛൻ രാംവിലാസ് പാസ്വാനൊപ്പം നിന്ന ജനങ്ങൾ തനിക്കൊപ്പമാണ് എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റുകളാണ് NDAക്കുള്ളിൽ LJPക്ക് മത്സരിക്കാൻ ലഭിച്ചത്. അതിന് പുറമെ പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനും LJP എന്ന പാർട്ടി ഏറെ നിർണായകമായി. ആ പാർട്ടി 20-ന് മുകളിൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ BJPക്കൊപ്പം തന്നെ വരും പതിറ്റാണ്ട് LJPയും അതിശക്തമായ സ്വാധീനം ഉണ്ടാക്കും. ചിരാഗ് പാസ്വാൻ എന്ന നേതാവ് ഒരുപക്ഷെ വരും കാലത്തിൽ ബീഹാറിന്റെ ഭരണചക്രം തിരിക്കാൻ പോലും നമ്മൾ കണ്ടേക്കാം എന്നുള്ളത് തെളിയിക്കുന്നതാണ് ബീഹാറിൽ LJPയുടെയും ചിരാഗ് പാസ്വാന്റെയും പ്രകടനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ മറ്റൊന്നുകൂടി നോക്കൂ, ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ബീഹാർ, പിന്നീട് പ്രാദേശിക കക്ഷികൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ബീഹാർ, അവിടെ നിന്ന് BJPയിലേക്ക് എത്തിച്ചേരുന്നു ബീഹാർ എന്ന സംസ്ഥാനം. വെച്ചടി അങ്ങനെ തന്നെ പറയാം, കയറ്റമായിരുന്നു. ഓരോ ഘട്ടത്തിലും ക്രമാനുഗതമായ വളർച്ച ഉണ്ടായി. ഇപ്പോൾ അതിന്റെ ഉന്നതങ്ങളിലേക്കെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അതായത് പ്രാദേശിക കക്ഷികൾക്ക് കണക്കനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് BJP. 87 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതായത് പ്രാദേശിക കക്ഷികൾക്കുണ്ടായിരുന്ന പ്രാതിനിധ്യം, പ്രാധാന്യം നഷ്ടപ്പെടുന്ന കാലത്തിലേക്കുള്ള ചുവടുവയ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, NDA ചുവടുറപ്പിച്ചു കഴിഞ്ഞു. BJP ഒറ്റക്കക്ഷിയാകുന്നതിലൂടെ അല്ലെങ്കിൽ ഒറ്റക്കക്ഷിയാകുമെന്ന സൂചനകൾ വരുന്നതിലൂടെ BJP പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് നടത്തുന്നു. ഇവിടെ BJP ഓഫീസിന് മുൻപിൽ വലിയ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇവിടെ BJP ഓഫീസിന് മുൻപിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തകരുടെയും
വനിതാ വോട്ടർമാരുടെയും എല്ലാം തന്നെ ആഘോഷ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃഷ്ണരാജ്, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കേണ്ടതുണ്ട്. ഹരിയാനയിൽ വിജയം നേടി, മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിത വിജയം നേടി, ഡൽഹി പിടിച്ചെടുത്തു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാർ. ഹരിയാനയിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൈക്കുമ്പിളിൽ വെച്ചിരിക്കുകയാണ്. അതായത് താമര. ഹരിയാനയിൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമെന്ന് എല്ലാ പ്രവചനങ്ങളും അങ്ങനെയായിരുന്നു, എക്സിറ്റ് പോളുകൾ. പക്ഷേ നേരെ സംഭവിച്ചു. അതായത് ജനമനസ്സുകളിലാണ് BJPയും NDAയും, അക്കാര്യത്തിൽ സംശയം വേണ്ട. പുറത്തു പറയുന്നതിലല്ല, പ്രവർത്തിച്ചു കാണിക്കുന്നതിലും ജനങ്ങളുടെ മനസ്സിൽ ചേക്കേറുന്നതിലുമാണ് BJPയും NDAയും എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ബീഹാറിൽ.